ഹൃദയത്തിലെ ഖിബില മാറ്റം. ജീവിതം ഭാഗം 1. പ്രബോധനം വാരിക. രചന GK എടത്തനാട്ടുകര. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ സയൻസ് അധ്യാപകന്റെ സ്വാധീനത്താൽ വിജ്ഞാനമാണ് വിശ്വാസത്തേക്കാൾ സത്യം എന്ന തോന്നലുണ്ടായി തുടങ്ങി. ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് നയിക്കപ്പെടാനുണ്ടായ നിമിത്തമായിരുന്നു അത്. ശാസ്ത്രം നൽകുന്ന വിജ്ഞാനമനുസരിച്ച് സൂര്യൻ ഒരു നക്ഷത്രം മാത്രമാണ്. മതം പഠിപ്പിക്കുന്ന വിശ്വാസമനുസരിച്ച് അതൊരു ദൈവവും. ഇവിടെ വിശ്വാസത്തേക്കാൾ സത്യം വിജ്ഞാനമാണല്ലോ. യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത അന്ധവിശ്വാസങ്ങളെ കൈയൊഴിക്കാൻ ഇത്തരം യുക്തിചിന്തകൾ പ്രേരണയായി. യുക്തി ഒരു വാദമായി പരിണമിക്കുന്നത് പ്രീ ഡിഗ്രി പഠനകാലത്താണ്. യുക്തിരേഖ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളും ഇടമറുകുമൊക്കെ വായനയിലേക്ക് കടന്നുവന്നു. അന്ധവിശ്വാസങ്ങൾ കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. മനുഷ്യന്റെ പുരോഗതിക്ക് അതെന്നും തടസ്സവുമാണ്. ശാസ്ത്രത്തിനു മാത്രമേ മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും പുരോഗതിയിലേക്ക് നയിക്കാനും കഴിയൂ എന്ന ചിന്ത ശക്തിപ്പെട്ടു. മതങ്ങളിലെ അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല, മനുഷ്യപ്പറ്റില്ലായ്മയും ചിന്താവിഷയമായി. തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്ത് പാഴ്ചോറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കുതിക്കും തപോനിധിക്കെന്തു ചാരിതാർത്ഥ്യം എന്ന വരികളൊക്കെ ആത്മീയതയിലെ മനുഷ്യപ്പറ്റില്ലായ്മയിലേക്കാണല്ലോ വിരൽ ചൂണ്ടുന്നത്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത്തരം ഈരടികളെ വിശ്വാസികളുമായുള്ള വാദപ്രതിവാദങ്ങൾക്ക് വിഭവങ്ങളായി കരുതി വെച്ചു. മതങ്ങൾ പൊതുവിൽ ദൈവത്തെപ്പറ്റി മാത്രം പറയുമ്പോൾ പ്രത്യയശാസ്ത്രങ്ങളാണ് മനുഷ്യനെപ്പറ്റി പറയുന്നത്. വിശക്കുന്ന മനുഷ്യന് വേണ്ടി ഒന്നും മിണ്ടാത്ത മതങ്ങളെക്കാൾ എന്തുകൊണ്ടും നല്ലത് വിശക്കുന്നവന് വേണ്ടി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് എന്ന ചിന്തയാണ് കമ്മ്യൂണിസത്തോട് താല്പര്യമുണ്ടാവാൻ കാരണമായത്. മനുഷ്യന്റെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യത്തോടും പുരോഹിതന്മാർ നായകന്മാരായ മതങ്ങളോടും അടങ്ങാത്ത വെറുപ്പ് മനസ്സിൽ രൂപപ്പെട്ടു തുടങ്ങി. മനുഷ്യൻ കെട്ടിച്ചമച്ച മതങ്ങളുടെയും ദൈവങ്ങളുടെയും പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിലെ മനുഷ്യത്വ വിരുദ്ധതയെ സംബന്ധിച്ച് പ്രതിഷേധ ചിന്തകൾ മുളപൊട്ടി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മനസ്സ് പങ്കുവച്ചു, മണ്ണ് പങ്കുവച്ചു. ഇത്തരം ഗാനശകലങ്ങളെ ഹൃദയത്തിൽ ചേർത്തുവച്ചു. മതങ്ങളുടെയും ദൈവങ്ങളുടെയും പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യാൻ മാത്രം മനസ്സ് പാകപ്പെട്ടു. ബക്കുനിൻ എന്ന റഷ്യൻ ചിന്തകന്റെ ദൈവമൊന്നുണ്ടെങ്കിൽ അവന് നശിപ്പിക്കണമെന്ന പ്രസ്താവനയെ ഒരു വേദവാക്യം പോലെ കൊണ്ടു നടന്നു. മതവിശ്വാസികളായ സുഹൃത്തുക്കളോട് തർക്കിക്കൽ ഒരു ഹോബിയായി മാറി. ബുദ്ധിരാക്ഷസൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബർട്രണ്ട് റസൽ നിരീശ്വരവാദിയാവാൻ നിമിത്തമായ എല്ലാം സൃഷ്ടിച്ചത് ദൈവമെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചതാര് എന്നതുപോലെയുള്ള യുക്തിവാദ ചോദ്യങ്ങൾ വിശ്വാസികളെ നിരായുധരാക്കാനുള്ള ആയുധമാക്കി. ഇങ്ങനെ കൊടിയ നിരീശ്വരനായിരിക്കെ നാട്ടുകാരനായ ഒരാളുടെ മരണം ജീവിതത്തിലെ വഴിത്തിരിവായി. നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളിലൊക്കെ ചോറ് വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കും സജീവമായി ഉണ്ടാവാറുള്ള വ്യക്തി, ആജാനുബാഹുവായൊരു മദ്യപാനി. ആ മരണം ആത്മഹത്യയായിരുന്നു. അന്ന് പ്രഭാതത്തിൽ മരണവാർത്ത അറിയിച്ച അയൽവാസിയായ സുഹൃത്തുമായാണ് മരണസ്ഥലത്തേക്ക് പോയത്. ജീവിതത്തിൽ തൂങ്ങി മരിച്ചത് കാണുന്നത് ആദ്യമായാണ്. ഒരു റബ്ബർ മരത്തിന്റെ ചാഞ്ഞു നിൽക്കുന്ന കൊമ്പിൽ കെട്ടിയ കയറിൽ അർദ്ധനഗ്നനായി നീണ്ടുനിവർന്ന് തൂങ്ങിക്കിടക്കുന്ന മനുഷ്യൻ. പൊടുന്നനെയുള്ള ആ കാഴ്ചയിൽ ഓ മൈ ഗോഡ് എന്നൊരു ആത്മഗതം ഉള്ളിൽ ഇരമ്പിയ പോലെ തോന്നി. യുക്തിക്ക് ഇടമില്ലാത്ത അത്തരം ആത്മഗതങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്തുള്ള എന്തോ ഒന്ന് മനുഷ്യനിലുണ്ടെന്ന വിചാരത്തിന് ആക്കം കൂട്ടി. മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് പലതരം ചിന്തകളിലേക്ക് അവ കൂട്ടിക്കൊണ്ടുപോയി.
തല ഒരൽപ്പം താഴോട്ട് ചെരിഞ്ഞാണ് ആ ശവശരീരം കയറിൽ തൂങ്ങിക്കിടക്കുന്നത്. കണ്ണുകൾ കൂമ്പി അടഞ്ഞിരിക്കുന്നു. മടക്കിക്കുത്തിയ വെള്ളത്തുണിയിൽ റബ്ബർ മരത്തിന്റെ കറ പറ്റിയിട്ടുണ്ട്. തൂങ്ങി നിൽക്കുന്ന ശരീരം ചെറിയ കാറ്റിൽ മെല്ലെ ആടുന്ന പോലെ തോന്നും. താഴെ ഊരിയിട്ട ചെരുപ്പിനടുത്ത് ടോർച്ച് വച്ചിരിക്കുന്നു. മിക്കപ്പോഴും അയാളുടെ കൂടെ ഉണ്ടാവാറുള്ള പട്ടി ആകാശത്തേക്ക് നോക്കി ഓരിയിട്ട് കൊണ്ടിരിക്കുന്നു. വീട്ടുകാർക്ക് ശല്യക്കാരനായ മദ്യപാനിയായതിനാൽ അയാൾക്കു വേണ്ടി സ്വന്തക്കാരെന്ന നിലയിൽ കരയാൻ സ്വന്തം പട്ടിയല്ലാതെ മറ്റാരുമില്ലായിരുന്നു. ഒരു ജന്മത്തിന്റെ ഈ പരിണതി ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന അന്വേഷണത്തിന് നിമിത്തമായി. ജീവിതത്തിന്റെ അർത്ഥമെന്താണെന്ന അന്വേഷണത്തിന് ഭൗതിക വിജ്ഞാനം കൊണ്ട് മാത്രം തൃപ്തികരമായ മറുപടി കണ്ടെത്താനാവില്ലെന്ന് മനസ്സിലായി തുടങ്ങി. ദയ, കാരുണ്യം, സ്നേഹം, കൃപ, സന്തോഷം, നീതി, ആത്മാർത്ഥത, സമർപ്പണം തുടങ്ങിയ മാനവിക മൂല്യങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു യാഥാർത്ഥ്യമാണ്. അതുപക്ഷെ ഭൗതിക ശാസ്ത്രത്തിന്റെ വരുതിയിൽ വരുന്നവയല്ല. അവയുൾക്കൊള്ളാത്ത കേവല ഭൗതിക വിജ്ഞാനം അതുകൊണ്ട് തന്നെ ജീവിതത്തെ നിർവചിക്കാനും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനും പര്യാപ്തമാവുകയില്ല. യുഗങ്ങളോളം പരിണാമത്തിന് വിധേയമായി വാലു നഷ്ടപ്പെട്ട ജന്തുവാണ് മനുഷ്യൻ എന്നാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ മനസ്സിലാക്കിയിരുന്നത്. അത് ശരിയാണെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന ചോദ്യത്തിന് പിന്നെ പ്രസക്തിയില്ല. പക്ഷെ അതാണോ മനുഷ്യൻ? അത്ര നിസ്സാരക്കാരനാണോ മനുഷ്യൻ? ആന മുതൽ തിമിംഗലം വരെയുള്ള വൻ ജീവികളെ അടക്കി ഭരിക്കുന്ന, ലോകത്തെ മുഴുവൻ ചുട്ടരിക്കാൻ പോന്ന ആയുധങ്ങളുടെ വരെ നിർമ്മാതാവായ മനുഷ്യൻ എങ്ങനെയാണ് നിസ്സാരക്കാരനാവുക? മനുഷ്യനിൽ ധർമാധർമ്മ ബോധം എന്നൊന്നുണ്ടല്ലോ. അതിനെ കേവല ഭൗതിക വിജ്ഞാനം കൊണ്ട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? സ്വന്തം കാര്യം നേടാൻ ദുർബലനെ വകവരുത്തുന്ന ശക്തനായ മനുഷ്യനെ അർഹതയുള്ളത് അതിജീവിക്കും, അല്ലാത്തത് നശിക്കുമെന്ന തത്വപ്രകാരം വേണമെങ്കിൽ ന്യായീകരിക്കാം. കനമുള്ള ഒരു കരിങ്കൽ കഷ്ണം ഒരു മൺകട്ടയിൽ വന്നു വീണാൽ മൺകട്ട പൊടിഞ്ഞു നശിക്കുന്നത് പോലെ, വിശക്കുന്ന സിംഹം മാനിനെ കീഴടക്കി തിന്നുന്നത് പോലെ ഒക്കെയാണെന്ന് എന്ന് വാദിച്ചു നിൽക്കാം. എന്നാൽ ആഹാരം ലഭ്യമായിട്ടും വിശക്കുന്ന ഒരു മനുഷ്യൻ അത് മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിനെ, അന്യനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ വരെ ബലി നൽകുന്നതിനെ ഏത് ഭൗതിക വീക്ഷണപ്രകാരമാണ് വ്യാഖ്യാനിക്കാനാവുക? ഇത്തരം ചോദ്യങ്ങൾ കേവല ഭൗതിക വിജ്ഞാനങ്ങൾക്കപ്പുറത്ത് നിന്ന് മനുഷ്യനെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും മറുപടി തേടാൻ പ്രേരണയായി. ഈ സന്ദർഭത്തിലാണ് അനിൽ എന്ന പുതിയൊരു സുഹൃത്ത് വഴി പ്രബുദ്ധ കേരളം മാസികയുടെ വായന ആരംഭിക്കുന്നത്. അതുവഴി ആത്മീയ ചിന്തയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പ്രവേശിച്ചു. സ്വാമി വിവേകാനന്ദന്റെ അധ്യാപനങ്ങളെ അടുത്തറിയാൻ അവസരമുണ്ടായി. ഭൗതിക ചിന്തയിൽ നിന്ന് ആത്മീയ ചിന്തയിലേക്കുള്ള കൂടുമാറ്റത്തിന് വിവേകാനന്ദ പ്രോക്തങ്ങൾ ശക്തി പകർന്നു. ആത്മീയ മേഖലയിലുള്ള ഇത്തരം വായനയും പഠനവുമായി പോകുന്ന സമയത്താണ് നാട്ടുകാരനായ അബ്ദുൽ അസീസ് സാഹിബുമായുള്ള സൗഹൃദമുണ്ടാകുന്നത്. അതിനു നിമിത്തമായത് സുരേഷ് എന്ന സുഹൃത്തായിരുന്നു. ധാരാളം വായിക്കുന്ന, അടുക്കും ചിട്ടയുമില്ലാതെ ചിന്തിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ വേറെ അധികം സുഹൃത്തുക്കളില്ലാത്തൊരു സുഹൃത്ത്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതേ സത്യമാവൂ എന്ന ചിന്തയെ പ്രോത്സാഹിപ്പിച്ച സുഹൃത്ത്. ലൈബ്രറികളിൽ നിന്നെടുത്ത പുസ്തകങ്ങളുമായി ഇടയ്ക്കിടെ വീട്ടിൽ വരാറുള്ള സുരേഷ് ഒരു ദിവസം അസീസ് സാഹിബ് നൽകിയ 2 ഇസ്ലാമിക സാഹിത്യങ്ങളുമായാണ് വന്നത്. ഡിഗ്രി പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അസീസ് സാഹിബിന്റെ കയ്യിൽ ധാരാളം പുസ്തകങ്ങളുണ്ടെന്നറിഞ്ഞപ്പോൾ വായനയ്ക്കുള്ള പുസ്തകം തേടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത്. ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തിത്വമുള്ള സുമുഖനായ കുറിയൊരു മനുഷ്യൻ. സത്യം, ധർമ്മം, നീതി പോലെയുള്ള മാനവിക മൂല്യങ്ങളെ കോർത്തിണക്കിയ സംസാരം, വേദവാക്യങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ചർച്ചകൾ. ഇത് തികച്ചും പുതിയൊരു അനുഭവമായിരുന്നു. മാത്രമല്ല, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ആത്മീയതയെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നതെന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു മുസ്ലിം പണ്ഡിതന്റെ താടിയുള്ള അദ്ദേഹത്തോട് നാട്ടിലെ കള്ളുഷാപ്പിനെതിരെയുള്ള സമരത്തെപ്പറ്റി പറഞ്ഞത്. നാട്ടിലെ ഗവൺമെന്റ് LP സ്കൂളിനടുത്തുള്ള കള്ളുഷാപ്പിനെതിരെ സുഹൃത്തുക്കളെ കൂട്ടി ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണത്. അതിന് അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു.
മാത്രമല്ല അദ്ദേഹത്തിന്റെ പരിചയക്കാരനായ മധ്യവർജക സമിതിയിലുള്ള ഒരു വ്യക്തിയുടെ സഹായം കൂടി വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം എന്ന വാഗ്ദാനവും തന്നു. ഈ പിന്തുണയായിരിക്കാം അദ്ദേഹവുമായുള്ള കൂടുതൽ അടുപ്പത്തിന് കാരണമായത്. നിരന്തര ശ്രമത്തിലൂടെ കള്ളുഷാപ്പ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിൽ ഞങ്ങൾ വിജയിച്ചു. അതിനിടയിൽ അദ്ദേഹവുമായുണ്ടായ നിരന്തര ബന്ധത്തിലൂടെയും ചർച്ചകളിലൂടെയും പുതിയൊരു ദർശനത്തെ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ദൈവാസ്തിക്യത്തിന്റെ ഭൗതിക ദൃഷ്ടാന്തങ്ങൾ, യാഥാർത്ഥ്യാന്വേഷണം, ബുദ്ധിയുടെ വിധി, രക്ഷാസരണി, ഒരു ജാതി ഒരു ദൈവം, ധർമ്മസമരം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം, ഇസ്ലാമിന്റെ മഹാത്മ്യം, മുഹമ്മദ് നബി പൂർവ്വവേദങ്ങളിൽ, അമ്മേ പ്രിയപ്പെട്ട അമ്മേ തുടങ്ങി ധാരാളം ചെറുപുസ്തകങ്ങളിലൂടെ കടന്നുപോയ ഇസ്ലാം പഠനം അർത്ഥപൂർണമായൊരു ജീവിത വീക്ഷണം മനസ്സിൽ കരുപ്പിടിപ്പിച്ചു. ഇസ്ലാം എന്ന ദർശനത്തെ വളരെയേറെ ഇഷ്ടമായി. പക്ഷേ അപ്പോഴും മുസ്ലിം എന്നത് അരോചകമായി തന്നെ അനുഭവപ്പെട്ടു. ഇസ്ലാം മദ്യത്തിനെതിരാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ച കള്ളുഷാപ്പിനെതിരുള്ള പോരാട്ടത്തെ എതിർത്തവരിൽ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. സമുദായം ഒരു കുളമാണ്, ഇസ്ലാം അതിലെ താമരയും എന്നാരോ പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. അങ്ങനെ ഇസ്ലാമിനെ വേറെ തന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികത അത്രക്കിഷ്ടമായി. സമുദായം, സാമുദായികത പോലെയുള്ള വിഭാഗീയതകളെ എന്നും മാറ്റി നിർത്താനായിരുന്നു ഇഷ്ടം. സാമുദായികതയും വംശീയതയും ദേശീയതയും പോലുള്ളതെല്ലാം മനുഷ്യനെ സ്നേഹിക്കാൻ തടസ്സമാണ്. കാരണം മൂല്യങ്ങളുമായിട്ടല്ല അവയുടെ ബന്ധം. എന്നാൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജാതി ഒരു ദൈവം എന്ന ആശയം സാർവലൗകിക മാനവികതയുടെ അടിത്തറയാണ്. പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്ന ടി മുഹമ്മദിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ, ഒരു ജാതി ഒരു ദൈവം പോലെയുള്ള പുസ്തകങ്ങൾ ഇസ്ലാമിന്റെ സാർവലൗകികതയെ മനസ്സിലാക്കാൻ വളരെയേറെ ഉപകരിച്ചു. മുഹമ്മദ് സ്ഥാപിച്ച ഒരു അറേബ്യൻ മതമല്ല ഇസ്ലാം, മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന ലക്ഷത്തിൽ പരം പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട നിത്യസത്യമാണത് എന്ന് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് എല്ലാ സങ്കുചിത വീക്ഷണങ്ങളിൽ നിന്നും മുക്തി നൽകി. വിജ്ഞാനത്തോട് ഏറ്റുമുട്ടുന്ന അന്ധവിശ്വാസങ്ങളും വിജ്ഞാനത്തോട് ചേർന്ന് നിൽക്കുന്ന സത്യവിശ്വാസവും ഒന്നല്ലെന്ന തിരിച്ചറിവും ഇസ്ലാം പകർന്നു തന്നു. അന്ധവിശ്വാസം എന്നൊന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനൊരു മറുവശമുണ്ടാകണമല്ലോ. അതെന്താണെന്ന് പക്ഷേ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന ഭൗതികവാദം പറയുന്നില്ല. ഈ ശൂന്യതയാണ് സത്യവിശ്വാസം സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാം പരിഹരിച്ചു തരുന്നത്. മനുഷ്യപ്പറ്റില്ലാത്ത അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടുമുള്ള അടങ്ങാത്ത പകയുമായി ആത്മീയതയോട് പുറംതിരിഞ്ഞു നിന്ന മനസ്സിലേക്ക് സൂര്യോദയം കണക്കെയാണ് വിശുദ്ധ ഖുർആനിലെ അൽ മാഊൻ എന്ന ചെറിയ അധ്യായം പുതിയ വെളിച്ചവുമായി കടന്നു വന്നത്. മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും പര്യായമായി തന്നെ ഖുർആൻ ഇവിടെ ആത്മീയതയെ അവതരിപ്പിക്കുകയാണ്. ആരാണ് ദീനിനെ അഥവാ ആത്മീയതയെ നിഷേധിക്കുന്നത് എന്ന ചോദ്യമറിഞ്ഞ് പരമ്പരാഗത ധാരണകളെ തകിടം മറിക്കുന്ന ഉത്തരമാണ് ഖുർആൻ നൽകുന്നത്. അനാഥയെ ആട്ടിയകറ്റുന്നവനും അഗതിക്ക് അവന്റെ അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവനുമാണ് ദീനിനെ അഥവാ ആത്മീയതയെ നിഷേധിക്കുന്നവൻ എന്നാണ് ഖുർആൻ നൽകുന്ന ഉത്തരം. തികച്ചും ആത്മീയകാര്യമായ നമസ്കാരം നിർവഹിക്കുന്നവർക്ക് നാശമെന്ന് അതേ അധ്യായത്തിൽ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നമസ്കാരത്തിൽ വരുത്തുന്ന അശ്രദ്ധയും അലംഭാവവുമാണ് കാരണം. സഹജീവികൾക്ക് ചെറിയ ചെറിയ ഉപകാരങ്ങൾ വരെ തടയുന്നതും ദീനിനെ നിഷേധിക്കലാവുമെന്ന് തുടർന്നു പറയുന്നു. സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യത നിറവേറ്റുമ്പോഴേ ഒരാൾ ആത്മീയതയുടെ അഥവാ ദൈവവിശ്വാസത്തിന്റെ യഥാർത്ഥ പ്രതിനിധിയാവൂ എന്നർത്ഥം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ സത്യവിശ്വാസിയല്ല എന്ന പ്രവാചക വചനം കൂടി ഇതിനോട് ചേർത്തുവെച്ചപ്പോഴാണ് കാര്യസാധ്യത്തിനു വേണ്ടി ഭക്തന്മാർ നേർച്ച വഴിപാടുകളുമായി നൽകുന്ന പണം തട്ടിയെടുക്കുന്ന പൗരോഹിത്യ ആത്മീയതയും കഷ്ടപ്പെടുന്നവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ തന്നെയാണ് ആത്മീയത എന്ന പ്രവാചക ആത്മീയതയും തമ്മിലുള്ള അന്തരം തിരിച്ചറിഞ്ഞത്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് രചിച്ച ഫാറൂഖ് ഉമർ എന്ന പുസ്തകത്തിന്റെ അവസാന താളുകളിലൂടെ കടന്നുപോയപ്പോൾ മനുഷ്യ മനസ്ഥിതിയെ മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്ന വ്യവസ്ഥിതിയെയും സകല നന്മകളിലേക്കും പരിവർത്തിപ്പിക്കുന്നതിൽ ഇസ്ലാമിന്റെ റോൾ വ്യക്തമായി. ഞാൻ വിഭാവന ചെയ്യുന്ന രാമരാജ്യം ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിലേതുപോലെ ഒന്നാണെന്ന്
രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ കൊണ്ട് പറയിപ്പിക്കാൻ മാത്രം ഗംഭീരമായിരുന്നല്ലോ അത്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന ബോധത്തെ ഞാൻ ആവേണ്ടത് ഒരു ഇസ്ലാമിസ്റ്റാണെന്ന ബോധത്തിലേക്ക് അടുപ്പിക്കാൻ ഉമർ എന്ന ഭക്തന്റെ രാഷ്ട്രീയ പ്രതിനിധാനം കാരണമായിട്ടുണ്ട്. നല്ല ഒരു ദർശനമാണ് ഇസ്ലാം എന്ന ബുദ്ധിയുടെ സമ്മതത്തിൽ നിന്ന് ഇസ്ലാം ആത്മാവിന്റെ ഒരാവശ്യം കൂടിയാണെന്ന ബോധത്തിലേക്ക് നയിച്ചത് അബുൽ അഅ്ല മൗദൂദിയുടെ ഇസ്ലാം എന്ന പുസ്തകമാണെന്നോർക്കുന്നു. ചരാചരങ്ങളൊക്കെയും ഏതുപോലെ ദൈവത്തിന് സമർപ്പിതരായി മുസ്ലിങ്ങളായി അഥവാ ദൈവത്തെ അനുസരിക്കുന്നവരായി നിലകൊള്ളുന്നുവോ അതുപോലെ മനുഷ്യനും ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഇസ്ലാം എന്നത് ഏതെങ്കിലും പാരമ്പര്യ സമുദായത്തിന്റെ കേവല മതമല്ലെന്നും മുസ്ലിം എന്നാൽ ജന്മം കൊണ്ട് കൈവരുന്ന ജാതിപ്പേരല്ലെന്നതും പുതിയ അറിവ് തന്നെയായിരുന്നു. വായുവും വെള്ളവും വെളിച്ചവുമൊക്കെ ഏതുപോലെ സകല മനുഷ്യർക്കുമുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണോ അതുപോലെയാണ് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ദൈവിക ദർശനവും. അതിനെ തിരഞ്ഞെടുക്കുന്നവരാണ് അതിന്റെ അവകാശികൾ. ആ പുസ്തക വായനയിലൂടെ ഏതാണ്ട് അവസാന ഭാഗത്തെത്തിയപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ ഹൃദയാന്തരാളങ്ങളിൽ ഒരു തിബിലമാറ്റം പോലെ പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒന്ന് സംഭവിച്ചത് ഇന്നും ഓർക്കുന്നു. ചിമ്മിനി വിളക്കിന്റെ മങ്ങിയ വെട്ടത്തിലിരുന്നായിരുന്നു വായന. അന്ന് ഹൃദയത്തിൽ തീർത്തത് ഒരു പ്രകാശ ഗോപുരം തന്നെയായിരുന്നു. അതോടെ ജീവിതത്തിന് വ്യക്തമായ അർത്ഥവും കൃത്യമായ ദിശാബോധവും കൈവന്നു. ഒരദൃശ്യ മേൽനോട്ടം അനുഭവപ്പെട്ടു തുടങ്ങി. ഒരു നാഥനുണ്ടെന്ന തിരിച്ചറിവ് പലപ്പോഴും ഉണ്ടാകുന്ന അനാഥത്വ ബോധത്തിന് അറുതി വരുത്തി. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ദൈവപ്രീതിയും അവന്റെ സ്വർഗവുമായി മാറി. അങ്ങനെ മരണത്തെ ലാഘവത്തോടെയും മരണാനന്തര ജീവിതത്തെ ഗൗരവത്തോടെയും കാണാൻ തുടങ്ങി. തുടരും. നന്ദി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രബോധനം വാരികയുടെ ഓഡിയോ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് താങ്കളെ ആദരപൂർവം ക്ഷണിക്കുന്നു. താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ താങ്കൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം. മൊബൈൽ നമ്പർ 001-952-663-337.